ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും മാൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC അല്ല, അതുപോലെ തന്നെ കേരള PSC അല്ല, നമ്മുടെ KSEB വർക്കർ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കാണും. സോ നമുക്ക് എക്സാം ഡേറ്റ് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ക്ലാസ്സസ് കുറേ എൻക്വയറി എനിക്ക് വരുന്നുണ്ട്. അതിൻ്റെ ക്ലാസ് തുടങ്ങാമോ എന്ന് ചോദിച്ചു. സോ നമ്മളതിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ഗ്രൂപ്പിലോട്ടാണ് സ്റ്റുഡൻസിനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ അതിൻ്റെ ക്ലാസ്സസ് നമ്മളിനി തുടങ്ങുകയാണ്. KSEB വർക്കറിൻ്റെ നമ്മൾ ക്ലാസ്സസ് വന്നിട്ട് നിങ്ങൾക്ക് നമ്മളൊരു ന്യൂ മോഡൽ ആയിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് നമ്മളൊന്നിൻ്റെയും തിയറിയോ അതായത് ഫുൾ നോട്ട്സോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് വരുന്ന ക്ലാസ്സസാണ്. ഓക്കെ, വളരെ ചെറിയ എമൗണ്ടിൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് വരുന്ന ക്ലാസ്സസാണ് വരുന്നത്. അതായത് നമുക്കിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഇസ് നോട്ട് ഡെഫൈനിങ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? കൂളും പെർ സെക്കൻഡ്, ഫാരഡ് കൂളും പെർ സെക്കൻഡ്, വോൾട്ട് പെർ ഓം, ആംബിയർ. ഓക്കെ, അപ്പോൾ ഇതിൽ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അതിനകത്ത് വരുന്ന കുറച്ച് കോൺസെപ്റ്റ് ഏതൊക്കെയാണോ വരുന്നത്, അതിൻ്റെ യൂണിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, അല്ലാതെ നമ്മളിപ്പം നമ്മുടെ KSEB ഒരു സിലബസ് ചിലപ്പം പബ്ലിഷ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഓരോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്ലാസ് പോലെയല്ല, എന്തായാലും ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് ഈ ഒരു എക്സാം എഴുതുന്നത് വളരെ നമുക്കറിയാം, ഒരു 10th ക്വാളിഫൈഡ് ആ ഒരു ലെവലിൽ വരുന്ന സ്റ്റുഡൻസാണ് എക്സാം എഴുതുന്നത്. അപ്പം അവർക്കത് കൂടുതലും വർക്ക് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഞാൻ ഓവറോൾ ഒരു എൻക്വയറി നടത്തിയപ്പം അങ്ങനെ എനിക്ക് മനസ്സിലായി. സോ ഞാൻ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയായിരിക്കും. ക്വസ്റ്റ്യൻസ് പ്ലസ് അതിന് വരുന്ന ചെറിയ ചെറിയ ഷോർട്ട് പോയിൻറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്കല്ലാതെ നമ്മൾ ITI ഇലക്ട്രീഷ്യൻ്റെ കോഴ്സ് അനുസരിച്ചുള്ള ക്ലാസ്സസ് പോലെ അല്ല. ഓക്കെ, അപ്പം അങ്ങനെ ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, വളരെ ടൈമും വളരെ ഇതിന് വേണ്ടി മെനക്കെട്ടിരുന്ന് പഠിക്കാൻ ടൈം ഇല്ലാത്തവരും കാണും. സോ അവർക്കെല്ലാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞതിൻ്റെ ഒരു 3 years ബിഫോർ നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ എക്സാം വന്നപ്പോൾ നമ്മൾ അൺഅക്കാഡമിയിൽ ക്ലാസ്സസ് ഇതുപോലെ കണ്ടക്ട് ചെയ്തിരുന്നു. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ മാത്രമാണ്. അത് തന്നെ ഒരു 2-3 ടൈംസ് നമ്മൾ ചെയ്യുമായിരുന്നു. അങ്ങനെ പഠിച്ച് കുറേ പേര് ലിസ്റ്റിൽ കയറിയ കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ ഒരു നമ്മൾ അവിടെയൊക്കെ ഒരു സംസാരിച്ചപ്പം മനസ്സിലാക്കിയത് ഈ കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻസാണ് അവർക്ക് കൂടുതലും യൂസ്ഫുൾ ആയത്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് ചെറിയൊരു ഡെമോ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഞാനിവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ഈസ് നോട്ട് ഡിഫൈനിങ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം എന്തായിരിക്കും ഒരു കറണ്ടെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ചാർജ് പാസിങ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ കൂടെ എന്തുമാത്രം എമൗണ്ട് ഓഫ് കറണ്ട് ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്നു, അതിന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് I = Q/T കൂളും പെർ സെക്കൻഡ്, I = V/R. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഫോർമുലാസ് വരുന്നത്. അപ്പോൾ കൂളും പെർ സെക്കൻഡ് ഉണ്ട്, വോൾട്ട് പെർ ഓം ഉണ്ട്, കറണ്ട് നമുക്ക് ആംബിയറിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ B ആണ്, ഫാരഡ് കൂളും പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് യൂണിറ്റ്സും കിട്ടി, എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന കോൺസെപ്റ്റ് മനസ്സിലായി. ഓക്കെ, അടുത്തൊരു നോക്കൂ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് WATT? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്, പവർ, എനർജി, മൊമെൻറ്റം? വാട്ട് എന്തിൻ്റെയാണ്? അപ്പോൾ നമുക്ക് വാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നുണ്ടല്ലേ, ഫിസിക്സിലൊക്കെ. വാട്ട് എന്ന് പറയുമ്പോൾ പവറിൻ്റെ യൂണിറ്റാണ് വാട്ട് എന്ന് പറയുന്നത്. ഒരു വാട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 ജൂൾ ഓഫ് വർക്ക്. ഒരു സെക്കൻഡിൽ പെർഫോം ചെയ്യുന്ന 1 ജൂൾ ഓഫ് വർക്കിന് 1 വാട്ട് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, 1/746 ഹോഴ്സ് പവർ എന്നും പറയാം. അപ്പോൾ വാട്ടിൻ്റെ സിമ്പിൾ വരുന്ന W ആണ്. വാട്ട് നമ്മൾ നെയിം ചെയ്തത് ജെയിംസ് വാട്ട്. ആ ഒരു സമയത്ത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഓക്കെ, അപ്പോൾ വാട്ടിന് തന്നെ വേറെയും കുറേ യൂണിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? വോൾട്ട്, ആംബിയർ, കിലോ വാട്ട് അവർ, വാട്ട് സെക്കൻഡ്, ജൂൾസ് ഒക്കെ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ യൂണിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കി പഠിക്കുക. പിന്നെ ഇതിനകത്ത് വരുന്ന കുറച്ച് അഡീഷണൽ ഒരു ടോപ്പിക്സ് പ്രീവിയസ് ഇയർ നമ്മുടെ IT ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. റെസിസ്റ്റൻസ്, അതും ഓമാണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. എനർജിയുടെ മെഷർ ചെയ്യുന്നത് ജൂൾസിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഓവർ ടൈം. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഓവർ ടൈം. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോ എന്ന് പറയുന്നതിന് എന്താ നമുക്കറിയാൻ പറ്റും? കറണ്ട് ആയിരിക്കും അല്ലേ? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഓവർ ദി ടൈം കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്തായിരിക്കും? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഓവർ ടൈമിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് കറണ്ട്? റേറ്റ് ഓഫ് എന്തുമാത്രം ഫ്ലോ ഓഫ് ചാർജ്
ഇന്ന സമയത്തിൽ ആ ഒരു റേറ്റ്, അതിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആംബിയർ, യൂണിറ്റ് ആംബിയർ ആണ്. ഒരു ആംബിയർ എന്ന് പറയുമ്പോൾ 1 കൂളംബ് ഓഫ് ചാർജ് 1 സെക്കൻഡ് ഏരിയയിൽ ഫ്ലോ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ I=Q/T, വേറെ Q എന്ന് പറഞ്ഞാൽ ചാർജ്, T ടൈം. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ നോക്കി. അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ നോട്ട്സ് ഉണ്ടല്ലോ, ഷോർട്ട് നോട്ട്സ് പോലെ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആണ് ലാസ്റ്റ് ടൈമിൽ. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് പ്രഷർ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലാണ്. ഒരു ഇലക്ട്രിക് പ്രഷർ അല്ലെങ്കിൽ ഒരു വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, രണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഇടയ്ക്കുള്ള ഒരു പോയിൻറ്റ്സ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് മെറ്റൽ ഈസ് നോൺ ഓമിക്? ഓക്കെ, ഇപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഓമിക് എന്താ, നോൺ ഓമിക് എന്താ പറയുന്നത്, ഓംസ് ലോ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നമ്മൾ നോക്കണം. ഇപ്പോൾ നോൺ ഓമിക്കും ഓംസ് ലോ ഒക്കെ നമുക്ക് നോക്കാം. ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഓമിക് എന്ന് പറയും. ഓംസ് ലോ ഒബേ ചെയ്യാത്തതിനെ ഓമിക് മെറ്റീരിയൽസ് അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഓംസ് ലോ? അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. ഓംസ് ലോ എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട് ത്രൂ എ കണ്ടക്ടർ എന്ന് പറയുന്നത്, ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറാൻ വേണ്ടി നമ്മൾ R എന്നിടും. V=IR, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. V=IR വെച്ച് ചില സിമ്പിൾ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കും. ജസ്റ്റ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒക്കെ അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഓംസ് ലോ. ഓക്കെ, പിന്നെ ഈ ഓംസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദ ടെമ്പറേച്ചർ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ എക്സാമ്പിൾ ഓഫ് ഓമിക്കിൻ്റെ എക്സാമ്പിൾ കോപ്പർ, സിൽവർ, നിക്രോം അതൊക്കെ വരും. ഇതിനെന്ന് പറയുമ്പോൾ ഒരു ലീനിയർ VI ക്യാരേ ആയിരിക്കും വരുന്നത്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം ഇലക്ട്രിക്കൽ വയറിംഗ് റെസിസ്റ്റേഴ്സ്, ഹീറ്റിംഗ് എലമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നോൺ ഓമിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോൺ ഓമിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയോഡ്സ് ഒക്കെ നോൺ ഓമിക് ബിഹേവിയറാണ് ഷോ ചെയ്യുന്നത്. അതിൻ്റെ കേർവ് എന്ന് പറയുമ്പോൾ നോൺ ലീനിയർ ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ കോപ്പർ, സിൽവർ ഇതൊക്കെ നല്ല എക്സലൻറ്റ് കണ്ടക്ടേഴ്സാണ്. ലീനിയർ ആയിട്ടുള്ള VI ക്യാരിയെ കാണിക്കുന്നുണ്ട്, ഓമിക് കണ്ടക്ടേഴ്സാണ്. അതുപോലെ നിക്രോം, അലോയ് ഇതൊക്കെ റെസിസ്റ്റൻറ്റ് ഹീറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റേബിളാണ്, ലീനിയർ റെസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേരിയിങ് കറൻസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ക്ലാസ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഈ ഒരു ചെറിയൊരു ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചു. ഇതിനകത്ത് തന്നെ നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, ഇതുപോലെ ഷോർട്ട് വീഡിയോസിന് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു ടോപ്പിക്, ആ സിലബസ് ഫുൾ കവർ ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ KSEB വർക്കറിൻ്റെ ക്ലാസ് വരുന്നത്. ഓക്കെ, എല്ലാം പുതിയ ക്ലാസ്സസ് ആയിരിക്കും. പഴയ ക്ലാസ്സസ് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ചെറിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഴയ ഇലക്ട്രീഷ്യൻ്റെ ചില ക്ലാസ്സസ് നമ്മൾ അയക്കും. അല്ലാതെ എല്ലാം പുതിയ ക്ലാസ്സസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു മോഡലിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ഫീസേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഈ മോഡൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ടെലഗ്രാം, ഒരു നീറ്റ് എക്സാം കഴിയുന്നവരെ ടെലഗ്രാം അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ക്ലാസ്സസ് അപ്ഡേറ്റ് ആയിട്ട് തുടങ്ങും. ഓക്കെ, താങ്ക് യു.